പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ 6ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കമരും ചെവിക്കും അതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനും ഒരു മൗലി എന്നല്ല നീ, അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിനരുളുമാം അതു തിന്നിയും. കമരും ചെവിക്കുമതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനും ഒരു മൗലി എന്നല്ല നീ, അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിനരുളുമാം അതു തിന്നിയും. കമരും ചെവിക്കും, തിരിച്ചു പിടിക്കപ്പെട്ട ചെവിക്കും, അതുമല്ല എന്ന് മാത്രമല്ല കണ്ണിനു തൊട്ട് അമരുന്നതിനും കണ്ണിന് ചേർന്നൊട്ടി നിൽക്കുന്നതിനും, മറ്റു തരത്തിൽ പറഞ്ഞാൽ കേൾവിയോടൊപ്പം അന്തർദർശനം നടത്തുന്നതിനും ഒരു മൗലി നീ, ഉത്തമാംഗമാണ് നീ, ഒരേ ഒരു ശിരസാണ് നീ. അപ്പോൾ ദേവി തന്നെയാണ് കണ്ണിൻ്റെ കണ്ണായും കാതിൻ്റെ കാതായും തമ്മിൽ കുടികൊള്ളുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. എന്നല്ല, അതിനു പുറമേ അമരം തുഴഞ്ഞ് ഇതിലിരുന്ന് സംസാരസാഗരം താണ്ടുന്ന ശരീരമാകുന്ന തോണിയുടെ അമരത്തിരുന്ന് തുഴഞ്ഞ്, അമരം തുഴഞ്ഞ് ഇതിലിരുന്ന്, പല പുസ്തകങ്ങളിലും അമരം തുഴഞ്ഞ് അതിലിരുന്ന് എന്നാണ് പ്രയോഗിക്കപ്പെട്ട് കാണുന്നത്. അതല്ല ശരി, അമരം തുഴഞ്ഞ് ഇതിലിരുന്ന് എന്ന് തന്നെയാണ്. വ്യാഖ്യാനത്തിൽ അത് കൂടുതൽ വിശദീകരിക്കുന്നതാണ്. ഉയർന്നങ്ങു വന്ന്, പൊങ്ങി ഉയർന്നു വന്ന്, അമരുന്നതിന് അരുളുമാം, എന്നിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായിത്തീരുന്നതിനുള്ള അനുഗ്രഹം എനിക്കു തന്നാലും അത് ഊതിന്നിയും, അതിനായി എന്നിലെ ജ്ഞാനാഗ്നി ഇനിയും ഊതിത്തെളിച്ചാലും. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. അമ്മേ ദേവി, എൻ്റെ ചെവി, കണ്ണ് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെ അന്തർമുഖമായി തിരിച്ചു പിടിച്ച് ചേർന്നൊട്ടി നിൽക്കാവുന്ന ആധാര ശക്തിയാണ് നീ. എന്ന് മാത്രമല്ല, ജീവിത സാഗരതരണം നടത്തുന്ന എൻ്റെ ശരീരമാകുന്ന തോണിയുടെ അമരത്തിരുന്ന് തുഴഞ്ഞ് അതിൽ നിന്നും പൊങ്ങി ഉയർന്നു വന്ന് എന്നിൽ ചേർന്നമരുവാൻ അനുഗ്രഹം ലഭിക്കുമാറ് എന്നിലെ ജ്ഞാനാഗ്നി ഇനിയും ഊതിത്തെളിച്ചാലും. ഈ ശ്ലോകം തീർത്തും യോഗാത്മകമാണ്. കമരും ചെവിക്കും അതുമല്ല കണ്ണിന് തൊട്ടമരുന്നതിനും ഒരു മൗലി നീ എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. കമരുക എന്ന പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ വാഗർത്ഥം കമിഴുക അഥവാ തിരിച്ചു വയ്ക്കപ്പെടുക എന്നാണ്. മലർന്നിരിക്കുന്ന പാത്രം കമിഴ്ത്തി വയ്ക്കുന്നത് പോലെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന കാതിനെ അകത്തേക്ക് തിരിച്ചു പിടിക്കുന്ന ധ്യാന പ്രക്രിയയാണിവിടെ പറയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചെവികളും കണ്ണുകളും മൂക്കും നാക്കും ശിരസ്സിലെ അവയവങ്ങളാണ്. കഴുത്തിന് മുകളിലുള്ള ഭാഗമെന്നാണ് ശിരസ്സിനിവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ശാരീരിക അവയവങ്ങളായ കണ്ണുകളും മൂക്കും ചെവികളും നാക്കും ത്വക്കും ബാഹ്യദൃഷ്ടികൾക്ക് ഗോചരമായ പ്രകൃതത്തിലല്ല അവയുടെ ധർമ്മനിർവഹണ സംവിധാനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം ഒരേ സമയം ബാഹ്യേന്ദ്രിയങ്ങളായും അന്തരിന്ദ്രിയങ്ങളായും പിരിഞ്ഞു നിന്നാണ് വർത്തിക്കുന്നത്.
കാതിൻ്റെ കാതായി വർത്തിക്കുന്ന ആന്തരികവും അദൃശ്യവുമായ ചേതനാവിശേഷമാണ് ശ്രവണാനുഭവത്തെ പ്രദാനം ചെയ്യുന്നത്. ശ്രവണാനുഭവം പ്രദാനം ചെയ്യാൻ ശേഷിയില്ലാത്ത കാതുകൾ ശരീരത്തിന് അലങ്കാരം മാത്രമാണ്. കാതുകൊണ്ട് കേട്ടറിയുന്ന ജ്ഞാനത്തെ മനോമുകുരത്തിൽ പ്രതിബിംബിപ്പിക്കുകയും ചിത്തത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തുകയും ചെയ്യുന്ന ആത്മജ്യോതിസിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ ബധിരനും മൂകനുമായി ഭവിക്കുന്നു. ശ്രോത്രത്തിലൂടെ സംവേദനം ചെയ്യപ്പെടുന്ന അറിവ് അകക്കണ്ണാൽ ദർശിക്കാനും നാവുകൊണ്ട് ഉച്ചരിക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് ജ്ഞാനം പ്രഭാവിതമായി തീരുന്നത്. അകക്കണ്ണും അകക്കാതും തൊട്ടമരുന്ന അവസ്ഥാവിശേഷം സംജാതമാകുമ്പോഴാണ് ധ്യാനയോഗി ജ്ഞാനാനന്ദാനുഭൂതി നുകരാൻ പ്രാപ്തനായിത്തീരുന്നത്. നമ്മുടെ ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കി തീർക്കുന്ന ദൈവികമായൊരു യാന്ത്രിക സംവിധാനമുള്ളതുകൊണ്ടാണ് ജ്ഞാനസ്വരൂപതയിലേക്ക് ധ്യാനയോഗികൾക്ക് ഉയരാൻ സാധിക്കുന്നത്. അദൃശ്യവും അനിർവചനീയവുമായ ആ ദൈവിക യാന്ത്രികതയെയാണ് കമരും ചെവിക്കും അതുമല്ല കണ്ണിന് തൊട്ടമരുന്നതിനും ഒരു മൗലി നീ എന്ന പ്രയോഗത്തിലൂടെ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. അമരം തുഴഞ്ഞ് ഇതിലിരുന്ന് ഉയർന്നങ്ങു വന്ന് അമരുന്നതിനരുളുമാം അതൂത് ഇനിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. പല വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അമരം തുഴഞ്ഞ് അതിലിരുന്ന് എന്നാണ് പ്രയോഗിക്കപ്പെട്ട് കാണുന്നത്. ഈ പ്രയോഗം അശ്രദ്ധ മൂലമുണ്ടായതാവാനാണ് സാധ്യത. ഇത് എന്ന പദം ഭൗതിക ശരീരത്തിൻ്റെയും അത് എന്ന പദം ബ്രഹ്മസത്തയുടെയും ദ്യോതകങ്ങളാണ്. ദേവിയെ ബ്രഹ്മപര്യായമായിട്ട് തന്നെയാണ് ഗുരു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ധ്യാനയോഗ സാധനയിൽ അഭിരമിച്ച ഗുരുവിൻ്റെ ശരീരത്തെ തന്നെയാണ് ഇത് എന്നിവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തെ മഹാസാഗരത്തോട് ഉപമിച്ചുകൊണ്ടും സ്വശരീരത്തെ ആ സമുദ്രം തരണം ചെയ്യാനുള്ള തോണിയായി ഭാവന ചെയ്തുകൊണ്ടുമാണ് അമ്മേ ദേവി സംസാരസാഗര തരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദേഹമാകുന്ന തോണിയുടെ അമരത്തിരുന്നു തുഴഞ്ഞ് ജ്ഞാനസ്വരൂപതയോടുകൂടി വെളിപ്പെട്ടു വന്ന് എന്നിൽ വിലയം പ്രാപിച്ച് എന്നെ അനുഗ്രഹിച്ചാലുമെന്ന് ഗുരു പ്രാർത്ഥിച്ചിരിക്കുന്നത്. ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ സ്വത്വസ്വരൂപതയിൽ അലിഞ്ഞു ചേരാനുള്ള ജ്ഞാനബലം നേടിയെടുക്കുവാൻ പര്യാപ്തമാം വിധത്തിൽ എന്നിലെ ജ്ഞാനാഗ്നി ഊതിത്തെളിച്ചാലും എന്ന പ്രാർത്ഥനയോടുകൂടി ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.